പണ്ഡിതന്മാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷകരമായ ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നതിൽ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. കോട്ടക്കൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 8ാം സംസ്ഥാന സമ്മേളനം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കോട്ടക്കലിൽ നടക്കുന്ന ഈ സമ്മേളനം അതിൻ്റെ കെട്ടിലും മട്ടിലുമൊക്കെയുള്ള സവിശേഷതകളുണ്ടാകും എന്ന് സംഘാടകർ അറിയിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്ന് ഒരുപക്ഷെ ഇതിൻ്റെ സംഘാടകർ മനസ്സിൽ കരുതിയതിനേക്കാൾ അത്ഭുതകരമായ രീതിയിൽ ഈ സമ്മേളനം, ഈ സമാപന സമ്മേളനം വരെ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ഇസ്ലാമിക സമൂഹം നമ്മുടെ രാജ്യത്തിലെ മുസ്ലിങ്ങൾക്ക് എന്നും മാതൃകയാണ്. ലോകത്ത് തന്നെ ഇസ്ലാമികമായ വിഷയങ്ങളെക്കുറിച്ച് കാലാനുസൃതമായുള്ള ചർച്ചകളും ചിന്തകളും കൈമാറ്റം ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന വേദികൾ കേരളത്തെ പോലെ വരെ ഉണ്ടാകില്ല. പക്ഷെ കേരള മുസ്ലിങ്ങളെ ഈ ചിന്താധാരയിലേക്ക് എത്തിക്കുന്നതിൽ ഏറെ വലിയ പങ്കുവഹിച്ച മഹാരഥന്മാരായ നേതാക്കന്മാരുടെ പിൻബലം ഈ സംഘടനക്കുണ്ടായി എന്ന സത്യത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഏതൊരു തരം പ്രതിസന്ധികളെയാണോ അവർ കണ്ടത്, ഏതൊക്കെ വിഷയങ്ങളാണോ അന്ന് സമൂഹത്തിന് മുമ്പിൽ അവർ സമർപ്പിച്ചത്, ആ വിഷയങ്ങൾ ഇന്ന് ജനങ്ങളിലേക്ക് കൈമാറുന്ന ജോലി അന്ന് ശത്രുപക്ഷത്ത് നിന്നവർ തന്നെ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരവസ്ഥ. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങളെക്കുറിച്ച്, വിദ്യാഭ്യാസ രംഗത്തെ മുസ്ലിം സമുദായത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അന്ന് പറയുമ്പോൾ വെല്ലുവിളികൾ ഉയർത്തിയിരുന്നവർ ഇന്ന് ആ രംഗത്ത് ഞങ്ങളത് ഏറ്റെടുക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വിജയം നിലനിൽക്കുന്നത്. കാരണം തുടക്കം കുറിച്ച കാര്യങ്ങൾ ഓരോന്നും വിജയകരമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ കേരള മുസ്ലിങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ, നേരത്തെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഒരു രാഷ്ട്രത്തിന്റെ വിലപ്പെട്ട സമ്പത്താണ് ആ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ. സംതൃപ്തമായ ന്യൂനപക്ഷങ്ങളാണ് ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സായി നിൽക്കേണ്ടത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും അവരെ മതപരമായി വളർത്തിക്കൊണ്ടുവരിക മാത്രമല്ല, അതോടൊപ്പം തന്നെ രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശാഭിമാനികളായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചലനങ്ങളിൽ കൂടി പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്ന വിധം മാതൃകയായ നേതാക്കന്മാരെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു എന്നതും ഒരു നന്മയാണ്. തീർച്ചയായും നമ്മൾ ഏറെ സന്തോഷിക്കുകയാണ്. കാരണം കേരളത്തിൽ ഈ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ കേരള മുസ്ലിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയുമാകണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഐക്യത്തിന്റെ വഴിയിലും അത് നമുക്ക് സാധ്യമാകണം. എനിക്കറിയാം, ഈ പ്രസ്ഥാനത്തിനിടയിൽ ഏതാനും ചില പ്രയാസങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ശക്തമായ നേതൃത്വം കൊടുത്ത പല നേതാക്കന്മാരും അവരൊന്ന് ജീവിച്ചിരിപ്പുള്ളവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. ഒരുപക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ പങ്കെടുത്തവരായിരുന്നില്ല ആ നേതാക്കന്മാരിൽ പലരും. അവരാണ് ഒരുപക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ വന്നിട്ടുള്ളവരല്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരിക്കലും ഒരു അനൈക്യത്തിന്റെ വിത്തുണ്ടായി
ഉണ്ടാകരുത്, സമുദായം ഒന്നിച്ചു നിൽക്കണമെന്നുള്ള വളരെ വലിയ ആഗ്രഹം ഉയർത്തിപ്പിടിച്ച മഹാരഥന്മാരായ ഒരുപാട് നേതാക്കന്മാരുണ്ടായി. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ നേതാക്കന്മാരുടെ വലിയ പ്രാർത്ഥന, ആ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും വലിയ ഉന്നതമായ ഇങ്ങനെ ഒന്നും ഉണ്ടാകരുത് എന്ന് കരുതുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി തീർച്ചയായും നാം മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ രീതിയിലുള്ള കൂട്ടുത്തരവാദിത്വവും കൂട്ടായ്മയും സാധ്യമാക്കിയെടുക്കുന്നതിലൂടെ ഈ തീർച്ചയായും തന്നെ ഒരു വലിയ ഐക്യത്തിനുണ്ടായിരിക്കാൻ സാധ്യമാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലേക്ക് വഴിയൊരുക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം സമുദായത്തിന് ഒന്നിച്ചു നിന്നുകൊണ്ട് നന്മയുടെ നേരിന്റെ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വഴിപ്പാട് ഒരുക്കാൻ ഇതുവഴി സാധ്യമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമായ തീർച്ചയായും എന്നും കോട്ടക്കലിന്റെ മാത്രമല്ല കേരളത്തിന്റെ സമ്മാനന ചരിത്രത്തിലെ എന്നും മനസ്സിൽ ഓർക്കാൻ കഴിയുന്ന വിധം എല്ലാ നിലയിലും ഒരു ഉത്തരവാദിത്വ ബോധമുള്ള മാതൃകാപരമായി ചിന്തിക്കുന്ന ഒരു നല്ല സംഘടനയുടെ എല്ലാവിധ അന്തസ്സും പ്രകടിപ്പിക്കുന്ന വിധം ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ തയ്യാറാവുകയും അത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരും മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. റഹ്മാൻ രണ്ടത്താണി അവർക്ക് കൃതജ്ഞത. സമാപന സമ്മേളനത്തിൽ